ആവശ്യമാണോ അതിലേറെ എടുക്കരുത്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ എടുക്കല്ലേ. മഹാനായ അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയ ആളാണ്, ദൂരക്ക് എവിടെയോ പോയതാണ്. പോകുമ്പോൾ ഭർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു, വീട് വിട്ട് നീ പോകരുത്, പുറത്തു പോകരുത്. ഭർത്താവ് അങ്ങനെ പറഞ്ഞു, വീട് വിട്ട് നീ പോകരുത്. ഇന്ന അബീ, എന്റെ വാപ്പ യുഅഖു യാ റസൂലല്ലാഹ്, പനി പിടിച്ച് കിടക്കുകയാണ് നബിയെ, വാപ്പ മരീദാണ്, രോഗിയാണ്. ഞാൻ വാപ്പയെ പോയി അഫ അസൂറഹു, ഞാൻ വാപ്പയെ പോയെന്ന് കാണട്ടെ നബിയെ. പെണ്ണ് ചോദിക്കാം, ഭർത്താവ് എന്താ പറഞ്ഞത്? വീട് വിട്ട് ഇറങ്ങരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണേ, ഇസ്മഈ ഇത്തഖില്ലാഹ വഅതീഇ സൗജകി. ഇത്തഖില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ പെണ്ണേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ പെണ്ണേ. വഅതീഇ സൗജകി, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പോണ്ട. ഒരു ഭർത്താവ് അങ്ങനെ പറയാമായിരുന്നോ? അയാൾ പറഞ്ഞു, എന്ത് ചെയ്യും, അങ്ങനെ പറയരുത്. അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പോവേണ്ട ഘട്ടങ്ങൾ വരുമ്പോ നിനക്ക് പോവേണ്ട ആ സാഹചര്യങ്ങൾ നിനക്ക് പോകാം എന്ന് പറയേണ്ട ഭർത്താവ് അങ്ങനെ പറഞ്ഞില്ല. അയാൾ എന്ത് ചെയ്തു? നീ പുറത്തു പോകരുതെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ സൂക്ഷിക്കിൻ മോളെ, നിങ്ങൾ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കിൻ. ആയിക്കോട്ടെ നബിയെ, ഞാൻ പോണില്ല. അതാണ് അന്നത്തെ പെണ്ണുങ്ങള്. നമ്മളപ്പം പറയാം, ആ ഉസ്താദിന്റെ അടുത്ത് പോയ ശരി, നമ്മൾ വേറെ ഫത്വ കിട്ടുമോ നോക്കുക, വേറെ അടുത്ത് പോവാ അല്ലേ. വാപ്പ മരിച്ചെന്ന വിവരം വന്നു, വാപ്പ മരിച്ചു. ഇതേ പെണ്ണ് ഓടി വന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അവർ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തുവഫിയ വാലിദി, രോഗമായി കിടന്ന വാപ്പ മരിച്ചു പോയിട്ടുണ്ട് നബിയെ. അഫലാ അഹ്ദുറു ജനാസതഹു, വാപ്പയുടെ ജനാസ ഞാനൊന്ന് കാണാൻ പോകട്ടെയോ? ഭർത്താവ് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, യാത്ര പോയതാണ്. എന്നാണ് ഭർത്താവ് തിരിച്ചു വരിക എന്നറിയില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു. വാപ്പയെ കാണാൻ എനിക്ക് പോകാൻ കൊതിയാകുന്നു, പോകട്ടെയോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ, ഇത്തഖില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ മോളെ. വഅതീഇ സൗജകി, ഭർത്താവിനെ അനുസരിച്ചേക്കണം. കഴിഞ്ഞു. റളീതു ബില്ലാഹി വബിറസൂലിഹി ഖിസ്മതൻ വഹ, ഞാൻ പൊരുത്തപ്പെട്ടു നബിയെ, എനിക്ക് പ്രശ്നമല്ല നബിയെ എന്ന് തിരിച്ചു പോകുന്ന പെണ്ണ്. ഇത് നമ്മളെ നാട്ടിലാണെങ്കിൽ എത്ര വലിയ കുഴപ്പമായിട്ടുണ്ടാവും, എത്ര വലിയ ഫിത്നയായിട്ടുണ്ടാവും. ഇക്കോട്ടെ നബി, അള്ളാന്റെ നിയമം അതാണോ? ഇക്കോട്ടെ, എനിക്കത് മതി, ഞാൻ സമ്മതിച്ചു നബിയെ. അള്ളാഹുവിന്റെ നിയമം അതാണോ? എനിക്ക് പൊരുത്തമാണ് നബിയെ. ഇത്തഖില്ലാഹ വഅതീഇ സൗജകി. വേദനിപ്പിക്കുന്ന വാക്കുകൾ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോടും പറയല്ലേ. അയ്യുമംറഅത്തിൻ, പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ എത്ര എളുപ്പമാണ്, ആണുങ്ങൾക്ക് അത്ര എളുപ്പമല്ല. എന്താ വ്യത്യാസം? ആണും പെണ്ണും ഒന്നാന്ന് പറയാൻ നിൽക്കണ്ടേ. നിങ്ങൾക്ക് കുറെ ആനുകൂല്യങ്ങളുണ്ട്, കുറെ ആനുകൂല്യങ്ങൾ. അതൊന്നും പുരുഷന്മാർക്കില്ല. പുരുഷന്മാർക്ക് ഇസ്ലാമിക ലോകത്തൊരു യുദ്ധം വന്നാൽ യുദ്ധത്തിനിറങ്ങൽ പുരുഷന്റെ ചോയ്സ് അല്ല. പോയേ പറ്റൂ, യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ. യുദ്ധം നിർബന്ധമാണ്. ആവശ്യമെങ്കിൽ ജിഹാദിന് പോവേണ്ട ഘട്ടം വന്നാൽ മുസ്ലിമീങ്ങൾ ഇറങ്ങിക്കൊള്ളണം. പെണ്ണുങ്ങൾ പോണോ? വേണ്ട. പുരുഷന്മാർ ജുമുഅ ജമാഅത്തുകളിലേക്ക് എത്തണം. മുഅക്കദും പ്രബലവുമായ അഭിപ്രായം ഉലമാ രേഖപ്പെടുത്തിയത്. ചില ആളുകളൊക്കെ നിർബന്ധം എന്ന് തന്നെ പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് വേണോ? വേണ്ട. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യണ്ടേ പുരുഷന്മാർ? പെണ്ണുങ്ങളോ? വേണ്ട. ജോലിക്ക് പോണ്ടേ പുരുഷന്മാർ? പെണ്ണുങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഹലാലായൊരു ജോലി അവർക്കുണ്ടോ, അവർക്കിഷ്ടമാണ്, അവരായിട്ട് പോവാൻ. ഹറാമിന്റെ സാഹചര്യങ്ങളില്ലാത്തൊരു ജോലിയാണ്, അവർക്ക് പോകാം. പുരുഷൻ, നീ പോയേ പറ്റൂ, കുടുംബം പുലർത്തണം, നീ വീട്ടിലിരുന്നാൻ പറ്റില്ല. ജോലി ചെയ്യൽ പുരുഷന് നിർബന്ധം, പെണ്ണിന് നിർബന്ധമില്ല. ഇനി നോക്കുക ഹദീസ്. അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് സ്വല്ലത്ത് ഖംസഹ, 5 നേരം നിസ്കരിക്കുകയും, വസ്വാമത്ത് ശഹ്റഹ, റമളാൻ നോമ്പ് നോൽക്കുകയും. പിന്നെ സകാത്തും ഹജ്ജുണ്ട്, അത് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ബാധകമല്ലല്ലോ, മുതലാളിമാർക്കല്ലേ ഇത് ബാധകമാവൂ. അതുകൊണ്ട് നിസ്കരിക്കുകയും ഇസ്ലാമിന്റെ ആ പ്രാമാണികമായ വിഷയങ്ങൾ ചെയ്ത്, നിസ്കാരവും സകാത്തും നോമ്പും ഹജ്ജൊക്കെ ഹദീസിൽ 2 പറഞ്ഞുള്ളൂ. നിസ്കരിച്ചു, നോമ്പ് നോച്ചു. പിന്നെ വഅതാഅത സൗജഹ, തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തു. വഅഹ്സനത് ഫർജഹ വഹഫിളത് ഫർജഹ, അവൾ അവളുടെ ശരീരം സൂക്ഷിക്കുകയും ചെയ്താൽ.
അയ്യുമംറഅത്തിൻ ഏതെങ്കിലും പെണ്ണ് സ്വല്ലത്ത് ഖംസഹ 5 നേരം നിസ്കരിക്കുകയും വസ്വാമത്ത് ശഹ്റഹ റമളാൻ നോമ്പ് നോൽക്കുകയും വഅതാഅത് സൗജഹ തന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ കേട്ട് ജീവിക്കുകയും ചെയ്തു. അവള് പറഞ്ഞായിരിക്കും ഭർത്താവിന്റെ അഭിപ്രായത്തെക്കാളും വലിയ അഭിപ്രായം ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ പൊരുത്തം അനുസരണയിലല്ലേ, ഞാൻ അനുസരിച്ചേക്കാം. അതാഅത് സൗജഹ തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും വഹഫിളത് ഫർജഹ അവൾ വ്യഭിചരിക്കാതെ സൂക്ഷിക്കുകയും ചെയ്താൽ ഖീല ലഹാ അവളോട് പറയപ്പെടും ഉദ്ഖുലീ മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ എതിലെ വേണമെങ്കിലും നിനക്ക് കടന്നു പോകാമെന്ന് ഒരു പെണ്ണിനോട് പറയപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന് പോരാ, പുരുഷൻ അധ്വാനിക്കണം, അവന് ജോലിക്ക് പോകണം, ജിഹാദ് വേണമെങ്കിൽ പോകേണ്ടി വരും, ജീവൻ കൊടുക്കേണ്ടി വരും. പെണ്ണിനതൊന്നും വേണ്ട, സ്വർഗം കിട്ടാൻ 4 യാ അല്ലാഹ്. നോമ്പ്, നിസ്കാരം, ഭർത്താവിനനുസരിച്ചു, വ്യഭിചരിക്കാതെ കണ്ണും കാതും ശരീരവും സൂക്ഷിച്ചു, സ്വർഗമുറപ്പാണ്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ നരകം വാങ്ങിച്ചു വെക്കല്ലിൻ. ഫഇന്നീ റഅയ്തു അക്തറ അഹ്ലിഹ നിസാ ഞാൻ നരകം കാണിക്കപ്പെട്ടപ്പോൾ നരകത്തിൽ ഞാൻ കണ്ടത് ഒരുപാട് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. ഇതൊക്കെ അറിയുന്ന ഹദീസല്ലേ? അവര് ചോദിച്ചു, എന്താണ് നബിയെ വലിമദാക യാ റസൂലല്ലാഹ്, തിരുനബിയെ അതിന് കാരണം എന്താണ്? ഞങ്ങളുടെ മറുപടി എന്താ മറുപടി എന്നറിയോ? പെണ്ണുങ്ങൾ ധാരാളം ലഅനത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ ശാപത്തിന്റെ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാണല്ലോ. ശപിക്കട്ടെ, നാശം കെടട്ടെ, ഗുണം പിടിക്കാതിരിക്കട്ടെ എന്നൊക്കെ പുരുഷന്മാരെക്കാളും എമ്പാടും പറയുന്നത് പെണ്ണുങ്ങളാണ്. ശാപത്തിന്റെ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ അബുദാബി റേഡിയോയിലെ ഒരു ലൈവ് ഡിസ്കഷൻ ടോപ്പിക് ഇതാണ്, എന്താ പെണ്ണുങ്ങൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ലഅനത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന്. പെണ്ണുങ്ങളാണ് കൂടുതൽ. ശപിക്കട്ടെ. ഒരു അറബി ഇങ്ങനെ പറയുന്നുണ്ട്, ഷാർജയിൽ നിന്ന് വിളിച്ചിട്ട്, ഞാൻ അറിയുന്ന ഒരു സ്ത്രീ തന്റെ മകനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നീ പോയിട്ട് നിന്റെ കാർ റോഡിൽ മറിഞ്ഞ് വീണ് നീ മരിച്ചു എന്ന വാർത്ത എനിക്ക് കേൾക്കണം, അതാണ് എന്റെ ആഗ്രഹം. പറഞ്ഞു വായെടുത്തു, അസറാവുമ്പോഴേക്കും മരിച്ചു എന്നുള്ള വാർത്ത കേട്ടു. അതിന്റെ പ്രസന്റർ അത്ഭുതപ്പെട്ട് പറയാം, പടച്ചോനെ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ശാപം പറയാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും അത്രക്കൊന്നും പറയുന്നില്ല എന്നാ തോന്നുന്നു, അറബി പെണ്ണുങ്ങൾ പറയണ പോലെയൊന്നും. എന്നാൽ അങ്ങോട്ടൊന്നും എത്തല്ലേ. തുക്സിർനൽ ലഅന നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നുണ്ട്. വതക്ഫുർനൽ അശീർ ഭർത്താവിനോട് നിങ്ങൾ നന്ദികേട് കാണിക്കുന്നുണ്ടല്ലോ. അവര് ചോദിച്ചു, നബിയെ എന്ത് നന്ദികേടാണ് ഞങ്ങൾ കാണിക്കുന്നത്? സ്വാഭാവികം ചോദിക്കാലോ. ഇസ്തിഫ്സാർ എന്നാ പറയാ, ഇസ്തിബിയാൻ, വിശദീകരണം തരും. നബി എന്താണ് ഞങ്ങളാ നന്ദികേട് എന്നങ്ങ് പറഞ്ഞല്ലോ, എന്താണെന്നറിയോ? നരകം നിങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന നന്ദികേടെന്ന് പറയുന്നത് ഇൻ അഹ്സന ഇലൈകുന്ന ദഹറ കുല്ലഹു കാലം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തഖുല്ല നിങ്ങൾ പറയാറുണ്ടല്ലോ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു നിങ്ങളിൽ നിന്ന് യാതൊരു നന്മയും ഞാൻ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ പറയാറില്ലേ? ഒരു കാര്യം ചെയ്തു തരാൻ കഴിയാതിരിക്കുമ്പോഴേക്കും ഇത് നിങ്ങൾ ചെയ്യുന്ന നന്ദികേടല്ലേ? എല്ലാ സൽക്കാരത്തിനും ഡ്രസ്സ് വേണം. പിന്നെ എത്രയാ ഡ്രസ്സുകാരുണ്ടാക്കുന്ന ലാഭം എന്നറിയോ? നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി കൊട്ടണോ? നമുക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു സദ്യക്ക് പോയ ആ ഡ്രസ്സ് തന്നെ പോരാ ഓരിക്ക് ഓരോന്നെ വേണം, അത് മറ്റൊരു കണ്ടുപോയില്ലേ? ഇങ്ങനെയൊക്കെ ജീവിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പാടുണ്ടോ? ഇസ്രാഫല്ലേ, ധൂർത്തല്ലേ അതൊക്കെ? അങ്ങനെ പറഞ്ഞാൽ മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു എന്നെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്ന പെണ്ണുങ്ങൾ. മലലാരണ്യത്തിൽ പ്രവാസികളായി ചെന്നധ്വാനിച്ച് വീട് വെച്ച് സ്വന്തം കുടുംബത്തെ അഭിമാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ്, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയുന്ന പെണ്ണ് അല്ലേ? വ്യഭിചാരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരൻ,
വീട് വാതിൽക്കൽ വന്നിട്ടോ അല്ലാതെയോ ഫോണിലൂടെയോ തന്റെ സോഷ്യൽ മീഡിയകളിലൂടെയോ ഇടപെട്ടുകൊണ്ട് സ്നേഹം നടിച്ച് നല്ല സ്നേഹത്തിന്റെ പഞ്ചാര വാക്കുകൾ പറയുമ്പോ എന്റെ ഭർത്താവിനോട് ഒരിക്കൽ പോലും സ്നേഹത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ധിക്കാരം പറഞ്ഞ് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണെ, ഇതൊക്കെ നരകമാണ് നീ വലിച്ചുകൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കിക്കോ. തക്ഫുർനൽ അശീറ, എത്രയോ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് എത്രയോ സമയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവിനെ പോലെയാണോ എന്നെങ്കിലും ഒരു 5 മിനിറ്റ് പ്രേമം നടിക്കുന്ന ചെറുപ്പക്കാരൻ? ഈ പ്രേമം നടിക്കുന്നവരെ കൂടെ കല്യാണം കഴിച്ചു ചേർന്നാൽ മരിക്കണവരെ സല്ലാപമായിരിക്കുമോ ജീവിതം? ജീവിതം യാഥാർത്ഥ്യം മറ്റൊന്നല്ലേ? എന്റെ ഭർത്താവിനെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് എത്രയോ നല്ല ഭർത്താക്കന്മാർ അധ്വാനിച്ച വീടുകൾക്കുള്ളിൽ വ്യഭിചാരം നടത്തുന്ന പെണ്ണെ, നരകം നീ വലിച്ചുകൊണ്ടുവരുന്നത് തക്ഫുർനൽ അശീർ, നിന്റെ ഭർത്താവിനോട് നന്ദികേട് ചെയ്തതിന്റെ പേരിലാണ്. ഫഇന്നീ റഅയ്തു അക്സറ അഹ്ലിഹാ നിസാ, എത്രയോ നല്ല വാക്ക് പറഞ്ഞ ഭർത്താവിനോടാണ് നിങ്ങൾ എന്നോട് സ്നേഹപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് സ്നേഹം തന്നില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് സുഖം തന്നില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന് പറയുന്നത്. ഉന്നുറൂ ഇലാ മൻ അസ്ഫല മിൻകും, എപ്പോഴും താഴത്തേക്ക് നോക്കണേ, എപ്പോഴും താഴേക്കിടയിലേക്ക് നോക്കണേ. വലാ തൻറുറൂ ഇലാ മൻ ഫൗകക്കും, മേലോട്ട് നോക്കല്ലിൻ, മേലോട്ട് നോക്കല്ലിൻ. ആണിനോടും പെണ്ണിനോടും അള്ളാഹുവിന്റെ കൽപ്പനയാണത്. അള്ളാഹു ചെയ്ത നിഅമത്ത്. ഒറ്റ വീട്ടിൽ ഒരു റൂമുള്ള പുരയിൽ കഴിയുന്ന പെണ്ണും ആണും കുടുംബവും ചിന്തിക്കേണ്ടത്, യാ അല്ലാഹ്, അങ്ങാടി തെരുവുകളിൽ ഒരു റൂം പോലും ഇല്ലാതെ കിടക്കുന്നവരുണ്ടല്ലോ എന്ന് ചിന്തിക്കണം. എനിക്ക് റൂം 3 എണ്ണമില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. അങ്ങാടി തെരുവുകളിൽ കിടക്കുന്നവർ ചിന്തിക്കണം, പടച്ചവനെ, നിന്റെ ആകാശലോകം മേലെയും നിന്റെ ഭൂമി ഞങ്ങൾക്ക് വിരിപ്പുമായി സുന്ദരമായി കാറ്റുകൊണ്ട് കടക്കാൻ എനിക്ക് സാധിക്കുന്നുവല്ലോ. ഒരു 5 സെന്റ് ഭൂമി എനിക്കില്ലെങ്കിലും എത്രയോ ആളുകൾ ആശുപത്രി കിടക്കുകളിൽ വേദന കൊണ്ട് പൊളയുകയാണല്ലോ പടച്ചവനെ, എനിക്കതൊന്നും വന്നിട്ടില്ലല്ലോ. താഴേക്ക് നോക്കിൻ, താഴേക്ക് നോക്കിൻ. വദാലിക അജ്ദറു അല്ലാ തസ്ദറു റഹ്മത റബ്ബിക്കും, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാൻ അത് ആവശ്യമാണ്. ഹാത്തിമുൽ അസമ്മ് മഹാനായ ശഖീഖുൽ ബൽഖിയിൽ നിന്ന് 33 വർഷം കൊണ്ട് പഠിച്ചെടുത്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ അവർ പറഞ്ഞു, ഞാൻ പഠിച്ചത് ഇതാണ്, ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവാ. മനുഷ്യനെ നശിപ്പിക്കുന്ന വാക്കുകൾ വരാതെ, നാശത്തിന്റെ പദപ്രയോഗങ്ങളില്ലാതെ, ശത്രുതയുടെ വാക്കുകളോ വിചാരങ്ങളോ ഇല്ലാതെ സ്നേഹപ്പെടാൻ ഞാൻ പഠിച്ചു. മനുഷ്യരോട് സ്നേഹം, മനുഷ്യരോട് മുഴുവനും സ്നേഹം. ശത്രുത പിശാചിനോട് മാത്രം. പിശാചാണ് അള്ളാഹുവിൽ നിന്ന് അകറ്റിയത്, പിശാചാണ് ബഹുദൈവത്തിലേക്ക് എന്നെ കൊണ്ടുപോയത്, പിശാചാണ് വ്യഭിചാരത്തിലേക്ക് എന്നെ വിളിച്ചത്, പിശാചാണ് മദ്യപാനത്തിലേക്ക് എന്നെ വിളിച്ചത്, പിശാചാണ് മയക്കുമരുന്നിലേക്ക് എന്നെ വിളിച്ചത്, പിശാചാണ് എന്റെ കുടുംബം തകർത്തു കളയത്തക്ക വാക്കുകൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഫത്തഖിദൂഹു അദുവാ, അതുകൊണ്ട് പിശാച് എന്റെ ശത്രു, മനുഷ്യരാരും എന്റെ ശത്രുവല്ല എന്ന് ഞാൻ